പലപ്പോഴും വളമൊക്കെ വാങ്ങാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് എല്ലാവരും കൃഷിയൊക്കെ ഉപേക്ഷിക്കുന്നത്. കാരണം പുറത്തുനിന്നൊക്കെ വളം വാങ്ങിക്കുമ്പോൾ നല്ല വിലയൊക്കെ കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണിത്. നമ്മുടെ വീട്ടിൽ തന്നെ ഈസിയായിട്ട് നമുക്ക് 5 ടൈപ്പ് ജൈവവളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. 5 അല്ല, നമുക്ക് കുറേ ജൈവവളങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്നാലും പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഞാൻ കാണിച്ചു തരുന്ന ഈ 5 ജൈവവളങ്ങൾ നമുക്ക് ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ജൈവവളങ്ങൾ കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ മിനി സ്ലേഷ് എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രൂപകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ www.minislasher.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതിനും ഗ്രൂബാഗും അതുപോലെ വിത്തുകളും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ ലേഡീസിനെയൊക്കെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്നതായ കിച്ചണിലെ വേസ്റ്റ്, എവിടെ കൊണ്ടുപോയി തള്ളണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതായ വേസ്റ്റുകൾ നമുക്ക് വളങ്ങളുടെ രാജാവാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നല്ല അടിപൊളി വളമാക്കി നമുക്ക് ഒരു കമ്പോസ്റ്റാക്കി മാറ്റുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ കമ്പോസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം, അത് എങ്ങനെയൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. ഇത് നമ്മുടെ ബയോബിനകത്ത് നേരത്തെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനോക്കുലമൊക്കെ ഇട്ടിട്ടായിരുന്നല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അത് 3 തട്ടിലും ഇപ്പോൾ അതിൻ്റേത് വേസ്റ്റായിട്ടുണ്ട്. മേളത്തത് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിന്നാണിത്. ഇത് രണ്ടിനകത്തും ഇപ്പം ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട്, ഇത് ആയിക്കൊണ്ടിരിക്കുന്നു, ഇതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോന്നും നമുക്കൊന്ന് കണ്ടു നോക്കാമേ. ഇതാണ് ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ അത്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് കണ്ടോ, ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടോ എന്ത് നല്ല വളം നോക്കിയാൽ കണ്ടോ. ഇനി ഏറ്റവും അടിയിലത്തത് നോക്കാം. നല്ലതുപോലെ എടുത്തൊന്ന് കാണിക്കാം. നല്ല ഭസ്മം പോലെ പൊടിഞ്ഞിരിക്കുക കണ്ടോ. ഇനി നമുക്കിത് ആദ്യത്തേന്ന് നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ഒന്ന് തട്ടിയിട്ട് ഉണക്കി അങ്ങ് മാറ്റി വയ്ക്കണം. ഞാനിത് കൃഷിക്കൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി വളം, ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കൃഷി നമുക്ക് പൊന്നാക്കി മാറ്റിയെടുക്കാനായിട്ട് നമ്മുടെ വേസ്റ്റ് കൊണ്ട് സാധിക്കും. നല്ല അടിപൊളി കൃഷി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ പൊടിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തുള്ള പുഴുക്കളൊക്കെ ഏകദേശമൊക്കെ അങ്ങ് ചത്തോളും കേട്ടോ. പിന്നെ ഇത് ഇനി ഇരുന്നങ്ങ് നല്ല പൊടിയായിട്ട് അങ്ങ് മാറിക്കണം. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഇതിനകത്ത് പൊടി കിടപ്പുണ്ട്. അതൊക്കെ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം നല്ല തവിട്ട് പൊടിയായിട്ട് അങ്ങ് മാറും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അധികം നനവുള്ളത് നമ്മളിടുക, അധികം നനവുള്ളത് വെയിലത്ത് വെച്ച് ഒന്നും വെള്ളം മാറ്റിയതിന് ശേഷം ഇടാമെന്നുണ്ടെങ്കിൽ ഒരുപാട് കുഴകുഴാന്നൊന്നും കിടക്കത്തില്ല. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് കമ്പോസ്റ്റ് ആക്കാൻ ബിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊട്ടിക്കിടക്കുന്നതായ ബക്കറ്റുകളോ അതുപോലെ തന്നെ പൊട്ടിപ്പോയതായ കലങ്ങളോ പറ്റത്തില്ല, എന്നാലും ഏകദേശം ഒന്ന് പക്കമൊക്കെ പൊട്ടിയിരിക്കുന്നതായ മംഗലങ്ങളോ അലൂമിനിയം കലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കമ്പോസ്റ്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കമ്പോസ്റ്റ് ആക്കി എടുക്കാനോ ബക്കറ്റും ഇല്ല, ഇതേപോലെ ബിന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നറിയാമോ, ഇത് ബക്കറ്റിനകത്ത് നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകൾ ഇട്ടിട്ട് എല്ലാ വേസ്റ്റുകളും നമുക്കതിനകത്ത് ഇടാം. മുട്ടത്തോട്, പഴത്തൊലി, ഉള്ളിത്തൊലി, ഇഞ്ചിയുടെ തൊലി, എങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ എടുക്കുന്നത് അതെല്ലാം നമ്മൾ ഒരു ബക്കറ്റിൽ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം നമ്മൾ ഡെയിലി എടുക്കുന്നതായ കഞ്ഞിവെള്ളം കൂടെ അതിനകത്ത് കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചേക്കാന്നുണ്ടെങ്കിൽ അത് 2-3 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്കതൊരു അടിപൊളി വളമായിട്ട് നമ്മുടെ കൃഷികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഡെയിലി ഉള്ള കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എന്താണെന്നറിയാമോ, കുറേ വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളങ്ങോട്ട് വെച്ചേക്കാം. ഡെയിലി ഉള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താലും മതി. ഒരു 3 ദിവസം കൂടെ ഇരുന്ന് അഴുകിയതിന് ശേഷം നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. ചെടിക്കും അതേപോലെ തന്നെ പച്ചക്കറികൾക്കും എല്ലാം ഒഴിച്ചു കൊടുക്കാം. അപ്പം കമ്പോസ്റ്റായിട്ട് ഉണ്ടാക്കി വെക്കുമ്പോഴും നമുക്കത് കുറേ കാലം സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഉണക്കി വെച്ചിരുന്നാൽ ഒരു ചാക്കിനകത്തൊക്കെ കെട്ടി വെച്ചിരുന്നാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഡെയിലി നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ ഫിഷ് അമിനമാണ്. ഫിഷ് അമിനോ നമ്മുടെ വീട്ടിലൊക്കെ മിക്കപേരും മീനൊക്കെ വാങ്ങിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ചെറിയ മീനൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ചാളമീൻ, ചാള, മത്തി, ഇങ്ങനെയൊക്കെയുള്ളത്, അയില, അങ്ങനെയൊക്കെയുള്ള മീൻ നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് നമ്മൾ ശർക്കരയൊക്കെ ഇട്ടിട്ട് 1 മാസത്തോളം നമ്മൾ അത് സൂക്ഷിക്കാമെന്നുണ്ടെങ്കിൽ, അത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്, ഞാൻ ചെറുതായിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ.
പ്രത്യേകിച്ച് 2 രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫിഷ് ഓമന ആക്കി കിട്ടും. മറ്റേത് നമ്മൾ കുറേ നാളത് അലിയാൻ വേണ്ടിയിട്ട് 1 മാസത്തോളം വെക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഫിഷ് ഓമന ഉണ്ടാക്കി വെച്ചാൽ അത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനമാണ്. നമ്മുടെ പറമ്പിലോട്ടൊക്കെ വലിച്ചെറിഞ്ഞ് കാക്കകളും പട്ടികളും ഒക്കെ വന്ന് തിന്നുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിരുന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫിഷ് ഓമന എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറിയിലേക്ക് പൂക്കളൊക്കെ നമുക്ക് കായ്കളാക്കി കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ അതിൻ്റെ ഇലകളൊക്കെ നല്ല പച്ചപ്പൊടിയൊക്കെ നിൽക്കാനും വേരിനൊക്കെ നല്ല ശക്തി കിട്ടാനും ഒക്കെ ഈ ഫിഷ് ഓമന വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫിഷ് ഓമന. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. ഇതിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് നല്ല ലേഹ്യം മാതിരിയാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ചാണകവെള്ളത്തിൽ കലക്കി വേണമെങ്കിൽ നമുക്കത് ചെടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. അതെല്ലാം കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിൽ കലക്കി കൊടുക്കാം. പച്ചവെള്ളത്തിലും ഒക്കെ നിങ്ങൾക്കിത് 5 ml എടുത്തിട്ട് നമ്മുടെ ചെടികളുടെ എണ്ണം അനുസരിച്ച് എത്ര എണ്ണം ഉണ്ടോ ചെടിയുടെ വലിപ്പം അനുസരിച്ച് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ എഗ്ഗാമിനാണ്. ഞാൻ ഏറ്റവും അടുത്ത സമയത്ത് എഗ്ഗാമിന് 2 രീതിയിൽ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതും എല്ലാവരും ഉണ്ടാക്കണം. നമ്മുടെ ചെടികളൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരാനും അതേപോലെ തന്നെ പൂക്കളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുവാനും ഏറ്റവും നല്ലതാണ് എഗ്ഗാമിന എന്ന് പറയുന്നത്. അപ്പം നല്ല നാടൻ മുട്ടയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഇതേ രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വിളവൊക്കെ ലഭിക്കുന്നതായിരിക്കും. അത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഈ എഗ്ഗാമിനോയും ഫിഷ് ഓമനയും ഒക്കെ നമ്മൾ ഒരു നഴ്സറിയിൽ അല്ലെങ്കിൽ എക്കോ ഷോപ്പിലൊക്കെ ചെന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വില കൊടുക്കണം. ഒരു കുഞ്ഞു ബോട്ടിലേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എഗ്ഗാമിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും. മുട്ടയൊക്കെ അല്ലേ, ഏതൊരു വസ്തു ചീഞ്ഞാലും അതിൻ്റേതായ ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും. കുറച്ചൊക്കെ നമ്മളൊന്ന് സഹിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്യാനും വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് എഗ്ഗാമിനോ. കണ്ടില്ല, എഗ്ഗാമിനോയ്ക്കകത്ത് നമ്മൾ കണ്ട 3 എഗ്ഗ് ഇട്ട് അപ്പം ആ എഗ്ഗൊക്കെ കണ്ട് ഈ പരുവായിട്ടുണ്ട്. അപ്പം അതിനകത്ത് തന്നെ കിടന്നോട്ടെ. അപ്പോൾ ആ കാഴ്ചയും എല്ലാം ഇളകിയിട്ട് നമ്മുടെ എഗ്ഗാമിനോ നല്ല സൂപ്പറായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കൃഷിക്കൊക്കെ ഇതങ്ങോട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിളവൊക്കെ ലഭിക്കുന്നതാണ്. അപ്പം വേറെ രീതിയിലും കൂടെ ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചു തരാം. ഈ എഗ്ഗാമിനോ എന്ന് പറഞ്ഞാൽ നമ്മൾ 2ാമത്തെ രീതിയിൽ ചെയ്തതാണ്. മുട്ടയും ശർക്കരയും അതേപോലെ തന്നെ നാരങ്ങ നീരും കൂടെ ഒരുമിച്ച് ചേർത്ത് ചെയ്തതാണിത്. മറ്റേത് എന്ന് പറഞ്ഞാൽ നമ്മൾ 10 ദിവസം നാരങ്ങ നീരിനകത്ത് മുട്ട ഇട്ടതിന് ശേഷം പിന്നാണ് നമ്മൾ ശർക്കര ഇട്ടത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ 2 പ്രാവശ്യം ചെയ്ത എഗ്ഗാമിനാണ് ഈ ഇരിക്കുന്നത്. അപ്പം ഇതേപോലെ ഈ മുട്ട ഇതേപോലെ അലിഞ്ഞ് ചേർന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൃഷിക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് തീരുമ്പോഴത്തേക്ക് ഈ മുട്ട നല്ലതുപോലെ അലിഞ്ഞു ചേരും. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വളങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നുണ്ടല്ലോ, നമ്മുടെ കൃഷിക്കൊക്കെ ഉപയോഗിക്കാമല്ലോ. ഒന്ന് തീരുമ്പോഴത്തേക്ക് അടുത്തത് റെഡി. അടുത്താണ് ഏറ്റവും നല്ല വളമായ നമ്മുടെ ജൈവ സ്ലറി എന്ന് പറയുന്നത്. ജൈവ സ്ലറി കൃഷി ചെയ്തവർക്കൊക്കെ അറിയാം. അപ്പം നിങ്ങൾ ഈ 5 വളവും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുകയോ അതിന് കൃഷിക്ക് ഉപയോഗിക്കുകയോ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഞങ്ങൾക്ക് ഇത് ഉപയോഗിച്ചപ്പം ഗുണമായിരുന്നോ ദോഷമായിരുന്നോ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്നതാണ്. ഞാൻ പയറിന് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളമാണിത് കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ ചെടികളുടെയൊക്കെ വളർച്ച. ഈ വളമൊക്കെ ഉണ്ടാക്കാത്തതുണ്ടെങ്കിൽ എളുപ്പം ഉണ്ടാക്കിക്കോണേ. നല്ല സൂപ്പർ വളമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജൈവ സ്ലറി ഉപയോഗിച്ചവർക്കറിയാം നമ്മുടെ കൃഷികൾക്ക് എന്തുമാത്രം പ്രയോജനം ചെയ്യുന്നുള്ളത്. അപ്പം നല്ല ആരോഗ്യത്തോടാണ് ജൈവ സ്ലറി നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ചെടികൾ വളർന്നു വരുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ ചാണകം, അതേപോലെ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ശർക്കര ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതില്ലാത്തവർക്ക്, ഇത് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് എന്ത് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പയറുവർഗ്ഗങ്ങൾ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇപ്പം പച്ചച്ചാണകം കിട്ടിയെന്ന് വരത്തില്ല. അപ്പം പച്ചച്ചാണകം ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണക്കച്ചാണകം ഉപയോഗിക്കാം. ആട്ടിൻ കാഷ്ടമാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ അത് പൊടിച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഉണക്കച്ചാണകം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അതിനകത്ത് നിങ്ങൾ കുറച്ച് പയർ പൊടിച്ചതോ അല്ലെങ്കിൽ ഉഴുന്ന് പൊടിച്ചതോ എന്തെങ്കിലും നിങ്ങൾ അതിനകത്ത് ഇടുകയെന്നുണ്ടെങ്കിൽ എളുപ്പം അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ അതേപോലെ അങ്ങ് ഇടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം അതിൽ കിടന്ന് അത് ചീഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ പൊടിച്ചങ്ങ് ഇടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ പ്രയോജനം കിട്ടി നമ്മുടെ കൃഷിക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2ാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പ്രയാസമില്ലാത്ത രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ടും അധികം പൈസ ചിലവില്ലാതെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പം ഞാനിത് 5 ജൈവ വളങ്ങളെ കുറിച്ചാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ ജൈവവളം 5 വളങ്ങളൊന്നും അല്ല, ഇത് കൂടുതൽ വളങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ 5 ജൈവ കീടനാശിനികളെ കുറിച്ച് ഇനി അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം നിങ്ങളെല്ലാവരും ഈ ജൈവവളം ഉണ്ടാക്കുന്ന രീതിയൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പം നേരത്തെ നമ്മളിത് കാണിച്ചിട്ടുള്ളതാണ്. പുതുതായി വരുന്നവർക്കെല്ലാം ഇത് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി വയ്ക്കുക. എല്ലാവരും കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഈ വളമൊക്കെ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. നേരത്തെ നമ്മൾ പയറിൻ്റെയൊക്കെ 1, 2, 3 ലെസണൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് അതേപോലെയൊക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജൈവ വളങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ പയറിലും മറ്റുള്ള പച്ചക്കറികളിലും ഒക്കെ പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ